നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഒരു മാസത്തെ കാത്തിരിപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലം മെയ് 4 വന്നു. 102 സീറ്റോടുകൂടി UDF വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇനി കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാകണം എന്ന മത്സരം നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വന്നതിന് ശേഷമേ കേരളത്തിൽ ഒരു ഭരണകൂടമോ സർക്കാരോ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞു. വോട്ടുകൾ പെട്ടിയിലുമായി. ഇനി വിജയി ആര് എന്ന പ്രഖ്യാപനം വരണം. ആര് ജയിച്ച് മുഖ്യമന്ത്രിയായാലും അവരെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ ലഡു വിതരണം നടത്തും, ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തും. തോറ്റ നേതാക്കളുടെ അണികളായ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങും. തമ്മിൽ മത്സരിക്കുന്ന കോൺഗ്രസ് നേതാക്കളും അവരുടെ കോൺഗ്രസ് അണികളും. ഇതിലും നല്ലത് ഇവർ ചെറു പാർട്ടികളായി പിരിഞ്ഞ് മത്സരിക്കുന്നതല്ലേ? ഒരു സർക്കാരിന് ലഭിക്കാൻ കേരളം എത്ര തെരഞ്ഞെടുപ്പുകൾ കാണണം? എത്ര നാൾ കാത്തിരിക്കണം? പരിശോധിക്കാം എന്റെ നിരീക്ഷണത്തിലൂടെ. കോൺഗ്രസ് ഹൈക്കമാൻഡൊക്കെ ഇപ്പോൾ ഹൈ കോമഡിയാണ്. 23 വരെ സമയമുണ്ടല്ലോ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ എന്ന് വളരെ ലാഘവത്തോടെ ദേബദാസ് മുൻഷി ഇന്നലെ പറഞ്ഞത് നാം കണ്ടതാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ BJPയുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി മാറിയിരിക്കുന്നു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് BJPയുടെ സുവർണകാലമാണ്. ഇനി 2-3 സംസ്ഥാനങ്ങളെ കൂടി BJPയെ ഏൽപ്പിച്ചാൽ ഹൈക്കമാൻഡിനും ഗാന്ധി കുടുംബത്തിനും വിശ്രമിക്കാം. തമിഴ്നാട്ടിൽ കുറവുണ്ടായിരുന്ന സീറ്റുകളുടെ എണ്ണം നികത്തി വിജയ് മുഖ്യമന്ത്രിയായി. ഇവിടെ ഭരിക്കാൻ സീറ്റുകളുടെ എണ്ണം ഇരട്ടിയോളം അധികം ഉണ്ടായിരുന്നിട്ടും മുഖ്യമന്ത്രി തർക്കം കാരണം ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്നില്ല. ഒരു നേതാവിന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ച് അതിനെതിരെ ഏതെങ്കിലും നേതാക്കളോ അണികളോ തിരിഞ്ഞാൽ കർശനമായ അച്ചടക്ക നടപടികൾ ഉണ്ടാകുമെന്ന് പറയാനുള്ള ആർജവം ഹൈക്കമാൻഡിനും ഇല്ല. VD സതീശൻ ഇന്നലെ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. 102 സീറ്റുമായി കോൺഗ്രസിന്റെയും UDFന്റെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് നമ്മൾ നേടിയത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള ആദ്യഘട്ട നടപടികൾ പൂർത്തിയായി. 2ാം ഘട്ട നടപടികളിലേക്ക് AICC കടക്കുന്നു. നമുക്കിത് സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുവാൻ പാടില്ല. ചേരിതിരിഞ്ഞ് പ്രകടനങ്ങൾ നടത്തുന്നതും ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണം. അത്തരം നടപടികളിൽ നിന്ന് പ്രിയപ്പെട്ട കോൺഗ്രസ് UDF പ്രവർത്തകർ പിന്മാറണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. VD സതീശൻ. എന്താ അല്ലേ, അണികളെ തനിക്ക് അനുകൂലമായി തെരുവിലിറക്കിയതിനു ശേഷം ഇപ്പോൾ VD സതീശന് ഒന്നും ഓർമ്മയില്ല. LDFന് ഇത്തവണ ഉണ്ടായ കനത്ത തോൽവിയും അതിന് ഇടയാക്കിയ സാഹചര്യങ്ങളും ചർച്ച ചെയ്യേണ്ട അവസരങ്ങൾ ഈ കസേരകളിയുടെ മറവിൽ മുങ്ങിപ്പോയി. BJPക്ക് എങ്ങനെ ഇത്തവണ 3 സീറ്റുണ്ടായി എന്ന ചർച്ചകളും മുഖ്യമന്ത്രി ചർച്ചകൾക്കിടയിൽ ഒലിച്ചുപോയി. നവമാധ്യമങ്ങളിൽ മുഴുവൻ മുഖ്യമന്ത്രി തല്ലുമാലയുടെ ട്രോളുകൾ കൊണ്ട് നിറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾക്കോ അണികൾക്കോ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. തിളക്കമാർന്ന വിജയം ലഭിച്ചിട്ടും അതൊന്ന് നേരെ ചൊവ്വേ ആഘോഷിക്കാൻ കഴിയാത്ത അവസ്ഥ. കോൺഗ്രസ് സൈബർ പോരാളികൾക്ക് ഒരു പോസ്റ്റ് ഇടാൻ വയ്യാത്ത അവസ്ഥ. അങ്ങനെ ആകമാനം നാണം കെട്ട് കോൺഗ്രസ് അനുയായികളും പ്രവർത്തകരും. കോൺഗ്രസ് പാർട്ടിയിലെ ഈ തമ്മിൽ തല്ലും ഗ്രൂപ്പിസത്തിന്റെയും ഇമ്പാക്ട് എന്താണ് എന്ന് വരും നാളുകളിൽ കാണാൻ പോകുന്നതേയുള്ളൂ. BJPക്ക് കേരളത്തിൽ കോൺഗ്രസ് കളമൊരുക്കുകയാണ്. തുടക്കത്തിലെ തമ്മിൽ തല്ലുന്ന ഈ പാർട്ടി
ഭരണം തുടങ്ങിക്കഴിഞ്ഞാലും എത്ര നാൾ നേരെ ചൊവ്വേ മുന്നോട്ടു പോകുമെന്ന ഒരു ഉറപ്പുമില്ല. ഇവരെ വിശ്വസിച്ച് വോട്ട് നൽകി വിജയിപ്പിച്ച ഇത്രയും ഗതികെട്ട ജനങ്ങൾ വേറെ ഉണ്ടാകില്ല. കോൺഗ്രസ് ഒരു പാർട്ടിയല്ല, പരസ്പരം പോരടിക്കുന്ന ഒരു കൂട്ടം നേതാക്കളും ഗ്രൂപ്പുകളും കൂടിച്ചേർന്ന ഒരു നാടക കമ്പനിയാണ്. തുടർഭരണത്തിൽ നിന്നും അഹങ്കാരം ഉടലെടുത്ത ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് മാറ്റി ചിന്തിക്കുവാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത്. ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് UDFന് വോട്ട് കുത്തുക അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. 10 വർഷം LDF ഭരിച്ചില്ലേ, ഇനി ഒരു മാറ്റം വേണം എന്ന് കരുതി UDFന് വോട്ട് നൽകിയവരെ കാത്തിരിക്കുന്നത് വലിയ നിരാശ ആയിരിക്കും. UDF നൽകിയ ഗ്യാരണ്ടികൾ കണ്ട് വോട്ട് കുത്തിയവർക്ക് അയ്യോ കഷ്ടം. എന്തായാലും മാധ്യമങ്ങളും UDF നേതാക്കളും പ്രവർത്തകരും മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനായി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആരായാലും ഇനിയും നേരം വെളുക്കാത്ത ഈ പാർട്ടിയിൽ നിന്നും ആരും ഒരു അത്ഭുതവും പ്രതീക്ഷിക്കേണ്ടതില്ല. ആയുസ് അധികമില്ലാത്ത ഒരു മന്ത്രിസഭയാകും വരാൻ പോകുന്നത്. എതിർചേരികളിൽ ഇപ്പോഴേ ആഘോഷങ്ങൾ തുടങ്ങി. കടുത്ത പരാജയം നേരിട്ടതിന്റെ നിരാശയും സങ്കടങ്ങളും ഈ മുഖ്യമന്ത്രിക്കായുള്ള വടംവലികൾ കണ്ട് LDF ക്യാമ്പിന് പുതുജീവൻ പകർന്നിട്ടുണ്ട്. BJPയും ആഘോഷത്തിൽ തന്നെ. നാണം കെട്ട പാർട്ടിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞു. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന നേതാക്കളെ നിങ്ങൾ എന്തുകൊണ്ട് 10 വർഷങ്ങൾക്കിപ്പുറം നിങ്ങൾക്ക് വിജയം സമ്മാനിച്ച ജനങ്ങളുടെ, പാർട്ടിക്കു വേണ്ടി പണിയെടുത്ത പ്രവർത്തകരുടെ വികാരങ്ങൾ കാണാതെ പോയി? അപ്പോൾ പുതിയൊരു നിരീക്ഷണവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.